കണ്ട് നമ്മൾ നേരെ ഇറങ്ങി തിരുനക്കര അമ്പലത്തിലോട്ടാണ്. ഇന്ന് അവിടെ എട്ടാം ഉത്സവമാണ്, അതായത് ദേശവിളക്ക് ഉത്സവമൊക്കെ ആയതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്ന ടൈമിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് മുല്ലപ്പൂവും ജമന്തിപ്പൂവും റോസാപ്പൂവും ഒക്കെ വെച്ച് നല്ല ഭംഗിയിൽ മാല കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് സ്റ്റേജിൽ ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി കുട്ടികൾ ഇതേപോലെ ഡാൻസ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം നമ്മൾ ഡാൻസ് ഒക്കെ കണ്ടതിന് ശേഷം നേരെ അമ്പലത്തിലോട്ട് പോയി. അപ്പം അമ്പലത്തിൽ ചെന്ന ടൈമിൽ നട തുറന്നിട്ടില്ലായിരുന്നു. എന്നാൽ പിന്നെ അവിടെ ചുറ്റിക്കറങ്ങാന്ന് പറഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇതാ അവിടെ റോഡിൽ ഒരാൾ നിൽക്കുന്നത് കണ്ട്. ഈ നിൽക്കുന്ന പാമ്പാടി രാജനാണ്. ഈ അമ്പലത്തിലെ മെയിൻ ഹീറോ ഈ പുള്ളിക്കാരനാണ്. സാധാരണ നമ്മൾ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് പോസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇപ്പൊ മൂഡ് മാറി എങ്ങാണ്ടിരിക്കുവാന്നാ തോന്നുന്നത്. അപ്പം ഞങ്ങൾ വന്ന ടൈമിൽ 3 ആന ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പം നമ്മൾ ചുറ്റിക്കറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്ക് നട തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് നമ്മൾ ഇറങ്ങി. ഇപ്പം എല്ലാവരും കൂടി ചേർന്ന് വിളക്കൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 6 മണിക്ക് മുന്നേ ഹോസ്റ്റലിൽ കയറണമെന്നുണ്ടായതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മൾ കോളിഫ്ലവർ ബജിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ജോസ്കോ ജ്വല്ലേഴ്സിന്റെ ഫ്രണ്ടിലായിട്ട് തലയണങ്ങുന്ന ഒരു ആമയും വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ അടുത്ത് കണ്ടൊരു ബേക്കറിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ശ്വേത ചേച്ചിക്കും ചേച്ചിക്കും സ്നാക്സ് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.